ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പാടത്തേക്ക് ഉപ്പ മക്കളെയും കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവരുടെ കൂടെ പോയി കണ്ടൊന്ന് വീഡിയോ എടുത്തു. ഞങ്ങളിപ്പോൾ വെട്ടത്തൂരാണുള്ളത്. അപ്പോൾ മക്കളൊക്കെ നല്ല ഇൻട്രസ്റ്റിലാണ്. ഒരു തുള്ളിച്ചാടി മുന്നിലുണ്ട്. എനിക്ക് അവരുടെ കൂടെ എത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ തൊടുകയിലുള്ളത് തന്നെയാണ് കേട്ടോ, ഈ വാഴകളൊക്കെ. തൊടുകയിൽ തന്നെ അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ട് ഉപ്പാക്ക്. ഞങ്ങൾക്ക് കൂടുതലും പച്ചക്കറികളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരലില്ല. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. കൂടുതൽ നല്ല പച്ചക്കറികൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരലില്ല. അപ്പോൾ ഇതാണ് പാടം. അപ്പോൾ ഇവിടെ എന്തോ കുമ്പളവും പിന്നെ വെണ്ടയ്ക്കൊക്കെ കാണാനുണ്ട്. ഏതായാലും നമുക്ക് ഉപ്പാൻ്റെ അടുത്ത് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. ഞാൻ കുറേ ആയിട്ട് ഇവിടെ ഒന്നും വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്തൊക്കെയാണെന്നുള്ളത്. എന്ത് ഭംഗിയല്ലേ സ്ഥലങ്ങൾ കാണാനിങ്ങനെ. അപ്പോൾ ആ ഭംഗി കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഈ കവുങ്ങിൻ്റെയൊക്കെ ഇടയിൽ കൂടെ വാഴകളും ഉണ്ട് ചെയ്തിട്ട്. അപ്പോൾ ഉപ്പാനോട് ചോദിക്കാം നമുക്ക് എന്താണെന്നുള്ളത്. കഴുങ്ങിൻ്റെ അടിയിൽ ഉണ്ടാക്കുന്ന വാഴയാണിത്. ഇത് 8 മാസം 9 മാസം കൊണ്ട് കൊല വെട്ടാറാവും. ഓക്കെ, ഇതേതാ വാഴ പറയും? ഇതാണ് പിന്നെ മേട്ടുപ്പാളയം. മേട്ടുപ്പാളയം വാഴക്കുട്ടികളെ കാഞ്ഞിരപ്പുഴ ഭാഗത്ത് കൊടുന്ന് വെച്ചതാ. പിന്നെ ഇത് അത് കഴിഞ്ഞു. ഇതാണ് കൃഷി. കുമ്പളം, വെണ്ട, അതുമാതിരി മത്തൻ, അതിനുള്ളിൽ പോയിട്ടോ. ഇത് നിലവണ്ടാന്ന് പറയും. എന്തുകൊണ്ടാ നിലവണ്ടാന്നാ പറയാ. കണ്ണീര് വെണ്ടൊക്കെ കായ്ക്കും. ഉണ്ടോ? കമ്പുകളുടെ ഒക്കെ പിന്നെ കായുണ്ടാവും. അതിന് നിലവണ്ടാന്നാ പറയാ. പ്രത്യേകത എന്താണ്? അമരക്കാറി. ഇതിന്റെ പ്രത്യേകത ഇതിന് പന്തലും ഒന്നും വേണ്ട. പന്തലൊന്നും ഇല്ലാതെ ഉണ്ടാണ് അമരക്ക. വെറുതെ ഒരു കൊമ്പ് കുത്തി കൊടുത്ത് കണ്ടിട്ട് റൗണ്ടായിട്ടുണ്ട് വരും. കണയിൽ ഇങ്ങനെ പൊട്ടി വരും. എന്നിട്ട് വലിയൊരു റൗണ്ടായിട്ടുണ്ട് വരും. അറക്കാനും സുഖം. പന്തലും കാര്യമൊന്നും വേണ്ട. കുറവ്. ഫാത്തിമ ഇപ്പൊ നോക്കി പോയിക്കോളി. ഫാത്തിമ വളരെ മനോഹരായി വീണിക്കണേ. ഇത് പയറ് ഇങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങനെ വലിയ ഇത് കെട്ടിയിട്ട് കയറ് കെട്ടിയാണ്ട് മാഷാ അല്ലാഹ്, വലിയ പയറല്ലേ. ഇതിങ്ങനെ പടർന്ന് വരും. വായിച്ച് വരും. അതേമാതിരി അവിടെ ഇപ്പം ആ കുട്ടി അങ്ങ് അറ്റം വരെ ഉണ്ട്. അതുമാതിരി തന്നെ വെണ്ട, നിലവണ്ട. വീട്ടില് പച്ചക്കറി വേറെ പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. അത് എണ്ണക്കൊട്ടം കട്ടിന്താണ്. പാമ്പിന്റെ മാതിരില്ലേ? അപ്പം ഇത് ഇടക്കാല കൃഷി എന്ന് പറയല്ലോ നമ്മള്. മറ്റേ ഈ വാഴയും പൂള അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വിളവെടുപ്പിന് ശേഷം പിന്നെ പച്ചക്കറികളൊക്കെ ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി വാഴയെ പൂള അങ്ങനെ എന്താണെന്ന് വെച്ചാലും ചെയ്യുള്ളൂ. ഇതൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. മറ്റേ ഇതിൻ്റെ ഇടയിൽ കൂടെ വാഴ മൈസൂരുണ്ട് കൊടുത്തിട്ട്
അപ്പോൾ അവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. മക്കൾ ആദിക്കും ആയിഷൂനും ഇത് ആദ്യമാണ്. അവരിങ്ങനെ പാടത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു നല്ല ത്രില്ലിലാണ്. ഫാത്തിമ പിന്നെ എപ്പോഴും പട കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് വലിയൊരു സന്തോഷമില്ല. ഇവരെ കൂടെ പോകുന്ന സന്തോഷം എന്നല്ലാതെ അവർക്ക് പ്രത്യേകമായിട്ടൊരിതൊന്നും കണ്ടില്ല. പക്ഷെ ആയിഷും ആദ്യം നല്ല ത്രില്ലിലായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ വിശദീകരിച്ച് എൻ്റെ ഇടയിൽ കൂടെ മക്കളെ സൗണ്ട് കൊണ്ട് ഒന്നും ക്ലിയർ അല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. മറ്റേ പന്നി വരുന്നുണ്ട് അത്ര കൃഷിയൊക്കെ നശിപ്പിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ കവുങ്ങ് കീറിയിട്ട് ചെറിയ ചെറിയ അലകുകളാക്കിങ്ങാണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ സൈഡിൽ ഫുള്ള് നെറ്റ് കെട്ടിയിരിക്കുകയാണ്. പന്നിയുടെ ശല്യം നല്ലോണം ഉണ്ട്. അപ്പോൾ ആയിഷു വിശദീകരിച്ച് തരുന്നത് മറ്റേ പന്നീനെ തുരത്താൻ വേണ്ടി കണ്ട് ഇപ്പം എന്താ 2 പൊട്ടണ കുപ്പികൾ കെട്ടി തൂക്കിയിട്ട് കാറ്റിൽ അത് രണ്ടും പാടെ തമ്മിൽ ഇങ്ങനെ മെല്ലെ അടിക്കുമല്ലോ. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് പന്നി വരൂല എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ സൗണ്ട് ഒഴിവാക്കാൻ കാരണം നല്ല ബാക്കിയുള്ളവരെ ആർപ്പും ചിരിയും ഒക്കെ കൂടെ ആയിട്ട് ഒന്നും ഓരോ സൗണ്ട് ശരിക്കും മനസ്സിലാവുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ ഞങ്ങൾ മദ്രസ വിട്ട് വരുന്നതൊക്കെ ഈ ഒരു പാടത്ത് കൂടെ ആയിരുന്നു. ഞാനും അനിയത്തിയും ഫ്രണ്ട്സൊക്കെ കൂടെ ഒരുമിച്ച് വന്നിരുന്ന ആ ഒരു ഓർമ്മ വരിക. ഇവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടെ നല്ല ഭംഗിയുണ്ട് ആ കെട്ടി കൊടുത്തത് കാണാൻ. അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു. നമ്മൾ ഏകദേശം പാടത്തിന്റെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ നടുക്ക് വരെ എത്തി. നടുക്ക് വരെ എത്തിയിട്ടുണ്ട്. വെള്ള പക്ഷികൾ അത് തന്നെ പക്ഷികൾ വന്നുകൊണ്ട് പഴമൊക്കെ കൊത്തി നശിപ്പിക്കുന്ന പറയുന്നത്. നശിപ്പിക്കല്ല, അവർ കഴിക്കുകയാണ്. പക്ഷേ അത് ഇവർക്ക് നമുക്ക് നല്ല നഷ്ടമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വരെ ഈ കവറ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷികൾ വരൂല. അടുത്ത കൃഷി 2 മാസം ഇത് മൂപ്പാവും, കായ്ക്കും. 2 മാസം കഴിഞ്ഞാൽ ഒഴിവാക്കും. പിന്നെ പൂള, വാഴ. ഇതിലിപ്പോൾ വാഴ വെച്ചിട്ടുണ്ട്. വാഴക്കുട്ടി വെച്ചിട്ടുണ്ടോ? ഈ പരിപാടി അറിയോ നിങ്ങൾക്ക്? പണ്ട് ചെറുപ്പത്തിൽ ഉമ്മച്ചി, പക്ഷെ ഇന്ന് ഉണ്ടാവൂല, മഴ ആയതുകൊണ്ട് അതിൻ്റെ ആ വൈറ്റ് കളറൊക്കെ പോയിട്ടുണ്ട്. ഉണ്ടായോ? ചെറിയ കുട്ടികളായിരുന്നു അന്ന് മൈലാഞ്ചി ഇട്ടിരുന്നു ഇങ്ങനെ ആക്കിയിട്ട്. യെസ്, വെരി ഗുഡ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഐഷയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടല്ലോ. നീ നടക്കി. ഇത് 2 പോർഷൻ ആയിട്ടാണ്. ഒരു ഭാഗം പിന്നെ കായ് കഴിഞ്ഞ് ആകുമ്പോഴേക്കും ഇത് കായ്ക്കൽ തുടങ്ങും. അപ്പുറത്തെ സൈഡ് അല്ലേ? 2 സൈഡായിട്ട് ആ ഭാഗം അറിവ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം കായ് തുടങ്ങും. ഇതെന്താ ഒരു കാട് എന്ന് വിചാരിക്കരുത്. ഇതൊരു കുളമാണ്. പണ്ട് ഞങ്ങളൊക്കെ കുളിച്ചിരുന്നു. എല്ലാവരും ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ വെള്ളമില്ലാത്ത സമയത്തും അല്ലാത്ത സമയത്തൊക്കെ മറ്റേ സ്കൂളിലൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെയുള്ള പരിപാടി ഇതായിരുന്നു. കുളത്തിൽ ചാടാൻ പോരൽ, കുളിക്കാൻ വേണ്ടി വരവൊക്കെ അതിനൊക്കെ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ വെറും കൃഷിയുടെ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കാട് കെട്ടി കിടക്കുന്നത്.
ഇത് അതുപോലെ ഉള്ളൊരു അമരക്കന്നെയാണ്, പക്ഷെ ഇത് പന്തലാവും എന്ന് പറഞ്ഞു. മറ്റേത് കുറ്റിച്ചെടിയാണ്ട് ചുറ്റി വളരുന്നല്ലേ പറഞ്ഞത്. ഇത് പന്തലാക്കാൻ വേണ്ടി കണ്ടുള്ള അമരക്കയെന്ന് പറഞ്ഞു. അപ്പോൾ പാടത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്ക് തറവാടും കൂടി കാണിക്കാമെന്ന്. എളാപ്പാടെ മക്കളാണ്, അവർ അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്ന വീട്. ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയ വീട്. ഇളയമ്മയുടെ വക ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അവരെ വീട് പണി, മുറ്റത്തിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കായതുകൊണ്ടൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. എന്തായാലും പഴയ തറവാട് വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഓർമ്മ തന്നെയാണല്ലേ, സന്തോഷം തരുന്ന ഓർമ്മ തന്നെയാണത്. അപ്പോൾ ഞാനതൊന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉൾഭാഗമൊക്കെ എനിക്ക് ധൈര്യമല്ല, കാരണം ഒരുപാട് നാളായിട്ട് അടച്ച് കിടക്കണതായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല, കാര്യപ്പെട്ട ആൾക്കാരൊക്കെ പാർപ്പ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളൊന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ തറവാട് വീട്, വെട്ടത്തൂരത്തെ തറവാട് വീട് കേട്ടോ. ഒരു കുഞ്ഞു കുളം കൂടെ ഉണ്ട്, അതുകൂടെ കാണിക്കുക. ഞങ്ങൾ പണ്ട് കുളിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ മീൻ വളർത്തുക എന്നാണ് പറഞ്ഞത്. അത് വേറൊന്നിനും ഉപയോഗിക്കണില്ല. നെറ്റൊക്കെ കെട്ടി ആമ്പലൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. അപ്പോൾ ഇതാണ് ആ കുഞ്ഞു കുളം. എളാപ്പയും ഫാമിലി ഇപ്പോൾ ഈ വീട്ടിലാണ്, അവരുടെ പുതിയ വീടാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞു വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ആരെങ്കിലും ഈ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരേക്കും അസ്സലാമു അലൈക്കും.